ശ്രീകൃഷ്ണൻ ശാന്തമായി ഗൗരവത്തോടെ പറഞ്ഞു. ഗുരുപുത്രൻ, നിനക്കു നേരെ ബ്രഹ്മശിരോസ്ത്രം പ്രയോഗിച്ചിരിക്കുന്നു. ഭയപ്പെടരുത്. അതിനെ ശമിപ്പിക്കാൻ നിനക്കും അതേ അസ്ത്രം പ്രയോഗിക്കേണ്ടതുണ്ട്. അർജുനൻ അസ്ത്രം ആഹ്വാനം ചെയ്തു. 2 അഗ്നിപ്രവാഹങ്ങൾ നേർക്ക് നേർ സഞ്ചരിക്കുമ്പോൾ ലോകാന്ത്യം വന്നതുപോലെ തോന്നി. ദിവ്യർഷിമാർ ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നു പറഞ്ഞു, ഇരുവരും അസ്ത്രം പിൻവലിക്കണം, അല്ലെങ്കിൽ ലോകം നശിക്കും. അർജുനൻ ഉടനടി അനുസരിച്ചു. അശ്വത്ഥാമാവിന് കഴിഞ്ഞില്ല. അവന്റെ പാപങ്ങൾ അവന്റെ പരിശുദ്ധിയും ആന്തരിക ശക്തിയും കവർന്നെടുത്തു. ആയുധം പിൻവലിക്കാൻ കഴിയാതെ പാണ്ഡവരുടെ ജനിക്കാത്ത കുഞ്ഞിനു നേരെ അത് തിരിച്ചുവിട്ടു. അവരുടെ വംശാവലി എന്നേക്കുമായി ഇല്ലാതാക്കാൻ അവൻ ആഗ്രഹിച്ചു. പിന്നീട് അർജുനൻ അശ്വത്ഥാമാവിനെ പിടികൂടി ബന്ധിച്ച് പാണ്ഡവരുടെ മുന്നിലേക്ക് വലിച്ചിഴിച്ചു. ശ്രീകൃഷ്ണൻ കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു, ഈ പാപിക്ക് ദയ കാണിക്കുന്നത് ധർമ്മമല്ല. ദ്രൗപദിയോടുള്ള തന്റെ പ്രതിജ്ഞയും കൃഷ്ണൻ അർജുനനെ ഓർമ്മിപ്പിച്ചു. എങ്കിലും അർജുനൻ അദ്ദേഹത്തെ കൊല്ലാൻ തയ്യാറായില്ല. അശ്വത്ഥാമാവ് അർജുനന്റെ ബാല്യസുഹൃത്തായിരുന്നു, ഗുരുദേവന്റെ പുത്രനുമായിരുന്നു. അർജുനൻ അദ്ദേഹത്തെ ദ്രൗപദിയുടെയും മറ്റ് പാണ്ഡവന്മാരുടെയും മുന്നിലേക്ക് കൊണ്ടുവന്നു.